പതിറ്റാണ്ടിലേറെ തുടർച്ചയായി സമരം ചെയ്ത് നേടിയെടുത്ത പാലം പകുതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടവെന്ന നാടിന്റെ പേരുകൂടിയാണ് മുനമ്പം. ബസ് റൂട്ട് പോലും ഇല്ലാത്ത മുനമ്പം കോൺവെന്റ് ബീച്ച് പ്രദേശത്തെ പാലമാണ് പണി പൂർത്തീകരിക്കാനാകാതെ പ്രതിസന്ധിയിൽ ആയിരിക്കുന്നത്. പ്രതിഷേധങ്ങൾക്കൊടുവിൽ 25 കോടി രൂപ അനുവദിച്ചെങ്കിലും 3 വർഷമായി പണി പാതി വഴിയിൽ മുടങ്ങിക്കിടക്കുകയാണ്. GST നിരക്കിനത്തിൽ അധികമായി ചെലവായ 2 കോടി രൂപ ധനവകുപ്പ് അനുവദിക്കാതെ വന്നതോടെയാണ് പാലം പണി പാളിയത്. ഇതോടെ നാട്ടുകാർ ആ പാലത്തിനൊരു പേരുമിട്ടു. ആ കഥയിലേക്കാണ് ഇനി. ചത്താലും ചവം കൊണ്ടുവന്നല്ല, അല്ലാണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമോ? ഇത് ഞങ്ങൾക്ക് മറിയണോ? ഇതെന്ത് ചെയ്യണമെങ്കിലും ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നടക്കുള്ളൂ. വർത്തമാനം പറയാൻ എനിക്ക് പറ്റണില്ല. എങ്കിലും ഞാൻ പറയാണ്, ഇതെന്തിനു കെട്ടിയിട്ടതാണ്? നിങ്ങളെപ്പോലുള്ള സർക്കാരിലെ ആളുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ ദുരിതം കാണാൻ നിങ്ങൾക്ക് പറ്റൂലേ? വഖഫ് മാത്രമല്ല മുനമ്പം ജനതയുടെ പ്രശ്നം. അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ലഭിക്കാത്ത ഒരു കൂട്ടം മനുഷ്യരുടെ ജീവിതത്തിന് നേർക്കാഴ്ച കൂടിയാണ് മുനമ്പം. റേഷൻ കടയോ ആശുപത്രിയോ, എന്തിന് ഒരു അംഗൻവാടി പോലും ഈ മുനമ്പം കോൺവെന്റ് ജംഗ്ഷൻ പ്രദേശത്തില്ല. ആശുപത്രിയിലോ അത്യാവശ്യ സാധനങ്ങൾ വാങ്ങണമെങ്കിലോ അക്കരയെത്ര. അതിനാകെയുള്ള ആശ്രയം കടത്താണ്. പലപ്പോഴും അപകടങ്ങളും പതിവായി. ഒടുവിൽ പ്രദേശത്തെ അമ്മമാർ പ്രതിഷേധവുമായി രംഗത്തെത്തി. കഴുത്തറ്റം വെള്ളത്തിൽ ഇറങ്ങി നിന്നുവരെ സമരം ചെയ്തു. ഒടുവിൽ കോൺവെന്റ് ജംഗ്ഷനിൽ നിന്ന് അക്കരയ്ക്ക് പാലത്തിനുള്ള അനുമതി നേടിയെടുത്തു. ൽ 23 കോടി രൂപ ഫണ്ടിൽ പാലത്തിന്റെ പണി ആരംഭിച്ചു. പക്ഷേ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. 2022 മുനമ്പം ജനതയുടെ പ്രതീക്ഷകളെല്ലാം ഇല്ലാതെയാക്കി പാലം പണി പാതി വഴിയിൽ മുടങ്ങി. ഇപ്പോൾ ഇതിനെ കോൺവെന്റ് ബീച്ച് പാലം എന്ന് പറയാൻ സാധിക്കില്ല. കാരണം ഞങ്ങളെ വഞ്ചിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും കൂടി പുതിയ പേര് പാലത്തിന് ഇട്ടുകൊടുത്തു, വഞ്ചിത പാലം. ഞങ്ങൾക്ക് 2021 പാലം പണി തീരുമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ 2025 കഴിയാനായി. ഇപ്പോഴും ഈ പാലം പണി എന്തോ ആർക്കോ വേണ്ടി എവിടെയോ മോഹിച്ചു കിടക്കുന്ന ഒരു പ്രേതാലയം പോലെ തന്നെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. കാരണം ഈ കമ്പികളൊക്കെ തുരുമ്പ് പിടിച്ചു പോയി. ആകെ 4 ഇഞ്ച് ബീം വാർക്കാനുള്ളു, 5 മെയിൻ പാർക്കേ ഉള്ളു. അത് ഇട്ടുണ്ടാണ് ഈ വലിക്ക് വീണം. ഞങ്ങളെ ഇപ്പോൾ 24 കഴിഞ്ഞ് 25 കഴിയാൻ പോകണം, 26 എന്നിട്ട് ഇപ്പോൾ ഒന്നും ആയിട്ടില്ല. അപ്പം എന്താണെന്ന് വെച്ചാൽ സർക്കാർ ഞങ്ങൾക്ക് അനുവദിച്ച് തന്നെ എന്നുള്ളത് ഞങ്ങൾക്ക് പറയാനുള്ളൂ. പാലം ഉപ്പുകാറ്റേറ്റ് തുരുമ്പെടുത്തു തുടങ്ങി. എപ്പോൾ പണി പൂർത്തിയാകുമെന്ന ജനങ്ങളുടെ ചോദ്യത്തിന് മാത്രം കൃത്യമായി മറുപടി ആരും നൽകുന്നില്ല. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം വാഗ്ദാനങ്ങളുമായി എത്തുന്നവരോട് ഇവർക്ക് ചിലത് പറയാനുണ്ട്. എന്തോരാളിലൂടെ വന്ന് എന്തോരാളോട് ന്യായങ്ങൾ പറഞ്ഞു. ഞങ്ങൾ ഇതിൽ കൂടുതൽ ഞങ്ങൾ എന്ത് പറയണം? ഇത് കണ്ണു കാണാൻ പാടില്ലാത്ത മന്ത്രിമാരൊന്നുമല്ലല്ല. അവർക്ക് ആവശ്യത്തിന് വോട്ട് വരുമ്പോൾ അവർക്കിടെ ആവശ്യം നടക്കണം. വോട്ട് കഴിഞ്ഞാൽ പിന്നെ കറിവേപ്പിലാണ് ഞങ്ങൾ. പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചപ്പോൾ നാട്ടുകാർ പാലത്തിന് പുതിയൊരു പേര് നൽകി, വഞ്ചിത പാലം. തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ പല വാഗ്ദാനങ്ങൾ നൽകും. പക്ഷേ അതിനുശേഷം ആ വാഗ്ദാനങ്ങളിൽ പലതും പ്രാവർത്തികമാകാത്ത കാഴ്ച ഇതാദ്യമായിട്ടല്ല കാണുന്നത്. ഇതിനു മുൻപും പലയിടങ്ങളിൽ പല രീതിയിൽ പല ആവശ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇവിടെ ഇവർ ചോദിക്കുന്നത് ഇവരുടെ അടിസ്ഥാന ആവശ്യമായിട്ടുള്ള ഒരു പാലമാണ്. എന്തുകൊണ്ടാണ് ആ പാലം പോലും നിർമ്മിച്ചു കഴിയാൻ ഇതുവരെ സാധിക്കാത്തത്? ക്യാമറമാൻ VS രാഹുലിനും അനൂവി നായർക്കുമൊപ്പം കൊച്ചിയിൽ നിന്നും അൻമരിയ സനി, 24. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.